നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. അടുത്ത മാസം 4 മുതൽ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് എയർ ഇന്ത്യയുടെ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. എയർ ഇന്ത്യയുടെ ഫേസ്ബുക്ക് വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ലഭ്യമായ സർവീസുകളുടെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ പാലിക്കേണ്ട നിബന്ധനകളും നൽകുകയുണ്ടായി. 330 ദിർഹം മുതലാണ് ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തി വന്നിരുന്നത്. സെപ്റ്റംബർ മുതൽ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്ക് എയർ ഇന്ത്യ സർവീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ആദ്യമായാണ് ദുബായിൽ നിന്ന് എയർ ഇന്ത്യ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. ടിക്കറ്റ് നിരക്ക്, ബാഗേജ് എന്നിവയുടെ വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ്. ദുബായ് കണ്ണൂർ യാത്രയ്ക്ക് 360 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ദുബായ് കൊച്ചി യാത്രയ്ക്ക് 390 ദിർഹമാണ്. ദുബായ് തിരുവനന്തപുരം 330 ദിർഹം. ദുബായ് കോഴിക്കോട് 350 ദിർഹം എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ഇക്കണോമി ക്ലാസ്സിൽ 30 കിലോ ബാഗേജും ബിസിനസ് ക്ലാസ്സിൽ 40 കിലോ ബാഗേജുമാണ് അനുവദിക്കുക. കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് യാത്രാനുമതി നൽകുക. നിലവിൽ കേരളത്തിലേക്ക് ദുബായിൽ നിന്ന് മാത്രമാണ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് 4 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം. ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 2 നിന്നാണ് വിമാനം പുറപ്പെടുക എന്നാണ് വിവരം. കേരളത്തിന് പുറമെ ഇൻഡോർ, മുംബൈ, ജയ്പൂർ, ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, ലക്നൗ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സെപ്റ്റംബർ 3 മുതൽ ദുബായിൽ നിന്ന് എയർ ഇന്ത്യ സർവീസ് ആരംഭിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.